ജീജിനെ കാണിച്ച് സങ്കടമായോ? ജീജി വലിയ സന്തോഷം ഇല്ല, അതുമില്ല. അന്നെ തന്നെ സാനിറ്റൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പൊ മമ്മിയോട് നന്ദി ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പഠിച്ചവനോട് നന്ദി പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഞാനെൻ്റെ ജീവിതത്തിലേ ഒന്നുമല്ല എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ മോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരു എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഇപ്പോൾ എനിക്ക് വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. കുറേ കാലം മുമ്പ് വരെ നീ ഒന്നുമല്ല, നിനക്കൊന്നും പറ്റൂല, നിനക്കൊന്നും സാധിക്കില്ല, നിന്നെക്കൊണ്ട് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നു. ഓക്കെ, ഞാൻ പോരാ, ഞാൻ അവരത്ര പോരാ അങ്ങനെ ഞാനും വിചാരിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അവിടുന്നൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ എന്നെക്കുറിച്ചിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ പറയും, നീ മിടുക്കിയാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ വയ്ക്കും, നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്നെ തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ കൊടുത്തു ഇങ്ങനെ വളർത്തിയെടുക്കുന്നൊരു തിരക്കിലാണ് ഞാൻ കേട്ടോ. ജീജി ഇപ്പോൾ വരും, എറണാകുളത്ത് പോയിട്ട് വരും. എന്താണ് ജീജിനെ കാണിച്ച് സങ്കടമായോ? ജീജി വലിയ സന്തോഷം ഇല്ല, അതുമില്ല. അവർക്ക് ജീജിനെ കാണാൻ സങ്കടമൊക്കെ ഉണ്ടേ. അവന് കുറേ നേരം നോക്കിക്കണം ജീജിനെ. അങ്ങനെ ഗൈസ്, നമ്മളെ ഇനിമോള് സോറി, ഓക്കെ, ഞാൻ പെട്ടെന്ന് മറന്നു. ഞാൻ അതെ, സംഗതി ഫ്ലൈറ്റ് കയറി വന്നിരിക്കുകയാണെങ്കിലും ചാനൽ എന്റെയാണ്, ആ ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അതവിടെ ഒരാൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട്. ആള് ഇവിടെ വന്നോടാ, എന്തേലും കാരണം കിട്ടാൻ കാത്തിക്കാണ് ലീവ് എടുക്കാൻ. ഇതിപ്പോ ഞാൻ വയ്യാതെ അവിടുന്ന് വന്നിട്ട് ഓനക്കാണ് ലീവ്. ഓന് സ്കൂളിൽ പോകില്ല അത്രേ, ഓനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകില്ല, ജീജിനെ കണ്ടിട്ടുള്ള സ്കൂളിൽ പോകാൻ പറഞ്ഞു നിൽക്കുന്നത്. ജീജി ഇത്ര നേരത്തെ വരുന്ന് ഓൻ വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് വിചാരിച്ചത് മണ്ട്. അപ്പൊ നമ്മളെ ഇനിമോള് ആദ്യമായിട്ട് വിമാനത്തിലൊക്കെ കേറി വന്നിട്ട് എപ്പടി ഇരുന്നത് ഉങ്ങളുടെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂർ എത്തിയതിനു ശേഷം പിന്നെ അടിപൊളിയായി. ആൾക്ക് ഇപ്പൊ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ലൂസ് മോഷൻ പിടിക്കുന്ന ഉറക്കം കറക്റ്റ് ആയില്ല, രാവിലെ നേരത്തെ ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിൽ കേട്ടോ ലൂസ് മോഷൻ വരുന്നത് പ്രശ്നമുണ്ട്. അപ്പൊ ഗ്യാസിന്റെ കൂടെ കുടിച്ചിട്ട് പ്രശ്നമുണ്ട്, അല്ലാതെ മനസ്സിലായി ഗ്യാസിന്റെ പ്രശ്നം. നിങ്ങളെ ഫ്രണ്ട്സ് പറയണത് മറ്റേ ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ എല്ലാവിധ ടോയ്ലറ്റുകളും ഓൾ സന്ദർശിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലെ ടോയ്ലറ്റുകളുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ്. ഓർമ്മിക്കല്ലേ പൊന്നോ, ആൾക്കാർക്ക് വെള്ളം ഒഴിക്കാൻ കൂടി അല്ലാതൊക്കെ വലിയ സങ്കടം തോന്നിയത്. വെള്ളം ഒഴിച്ചാ പോരെ, ബാക്കിയൊക്കെ സഹിക്കാം, ബാത്റൂം വൃത്തിയിൽ സഹിക്കാം, വെള്ളം ഒഴിച്ചുവിടണോ, കുറച്ച് വെള്ളം ഒഴിച്ചുവിടണോന്ന് അങ്ങനെ. എന്നിട്ട് ഇനിയിപ്പോ ആൾക്ക് അടുത്തത് വേണ്ടത് മറ്റേ എന്താ, അടുത്ത് നെക്സ്റ്റ് ഫുഡൊന്നും വേണ്ടേ? നെക്സ്റ്റ് പോയിട്ട് ഞാൻ ഒന്നും കൂടി എന്റെ ബാത്റൂം ഒന്ന് വിസിറ്റ് ചെയ്യും. കുറച്ച് ചൂടുവെള്ളം വേണം. എന്തിന് ചൂടുവെള്ളത്തിൽ എനിക്കൊന്ന് കുളിക്കണം. ഇന്നെ തന്നെ ആലേക്കും മറപ്പാവണം എല്ലാ കക്കൂസിലും കയറിയിട്ട്. ഇതൊന്നും അറിയാതെ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പൂതിയാ. ചൂടുള്ള നല്ല പച്ചവെള്ളത്തിൽ കുളിച്ചാൽ അപ്പോൾ ക്ഷീണമൊക്കെ മാറാം. ഉപ്പിട്ടിട്ട് അതൊക്കെ മേത്തിന് ഒഴിക്കണം. ഇങ്ങനെ ഇന്നെ തന്നെ അന്നെ തന്നെ സാനിറ്റൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഡെറ്റോളൊന്നും ഇല്ലല്ലോ, അതൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ ലൈസോളുണ്ട്, മതിയോ? അതായിട്ടൊന്ന് കുളിക്കണം, ഒന്നും ഇങ്ങോട്ട് കിടക്കണം. കാലം മിക്കവാറും ഞാൻ തൈലം തേക്കണ്ടില്ല, ആ അവസ്ഥയിലെ കാലം നിൽക്കണം. തണുപ്പ് ഞാൻ എന്റെ കയ്യിൽ സാനിറ്റൈസ് ചെയ്യട്ടെ, ഞാൻ അറിയാതെ ബ്ലഡ് പൊട്ടിട്ടുണ്ട്. അപ്പൊ നല്ല ദോശയും മുട്ട മസാലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോകില്ല, വാടുന്നു. ശരി, എന്നാ വെൽക്കം ടു ഹോം. വെൽക്കം ടു ഹോം. നമ്മൾ നല്ല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സായിക്കുട്ടിക്ക് മനസ്സോടെ ആണെങ്കിൽ സ്കൂളിലേക്ക് പോയേ പറ്റുള്ളൂ. നമുക്കിന്ന് നല്ല മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറിയാണ് നല്ല ഇങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ നല്ല റിച്ച് കറിയാണ്. കറി എങ്ങനെ ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ഓ എന്നാൽ കൂട്ടിട്ട് കഴിച്ചിട്ട് പറയൂ, സത്യസന്ധമായ റിവ്യൂ പറയണം കേട്ടോ. സായിക്കുട്ടിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ ലീവ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ദേഷ്യത്തിലാണ് സായിക്കുട്ടി. കഴിക്കാൻ ബിസ്മില്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല,
എന്തായാലും പറയേ രസമുണ്ടല്ലേ? വലിയ രസം പോരല്ലേ? അടിപൊളിയല്ലോ. ആണോ? അത്രക്ക് രസമൊക്കെ തന്നെ കാണുള്ളൂ. അങ്ങനെ എൻ്റെ മോള് സാനിറ്റൈസ് ചെയ്തോ അന്നെ തന്നെ? സമാധാനം. തളച്ച വെള്ളമൊക്കെ നേരത്തെ വെച്ചിരുന്നത്. എന്നാലും തലടിച്ച് കുളിച്ചിട്ടില്ല. അതറിയോ ഇപ്പൊ തന്നെ ഉറങ്ങാം. തല അഞ്ച് വിളിച്ചൊക്കെ ഉറങ്ങിയ ഓൾറെഡി ജലദോഷം ഉണ്ട്, മൂക്കിലൊന്നും വയ്യ, ഫുൾ വയ്യ, ഉണ്ടാക്കാൻ വയ്യ. ഇത് വാട്ടച്ചായയാണോ വാട്ടച്ചായയാണോ നോക്കിയൊക്കെ നീ കുടിച്ചിട്ട് പറ. ഞാൻ വാട്ടച്ചായ ഉണ്ടാക്കിയത്, നീ വാട്ടച്ചായ ആയിക്കണമെന്നൊക്കെ അറിയില്ല. ചൂടാണ് പെണ്ണുരുത്തിയെ. നല്ല ഊതിയതാ. ഊതിയ തെറിച്ചോ? നന്നായുള്ളൂ. എന്ത് വാട്ടച്ചായ? വാട്ടച്ചായാണ് രണ്ടിന്റെ ഇടയിൽ നിൽക്കും. എന്നാലും എന്തേലൊക്കെ മതി. ജീവിക്കാനാണെങ്കിലും പോകാനാണെങ്കിലും എന്തിനൊക്കെ മതിയല്ലോ. എന്തേലൊക്കെ മതിയെന്നാ? അങ്ങനല്ല, പറയാൻ പറ്റല്ലോ. സത്യം പറഞ്ഞ ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് ആ ഒരു ചായ പറയണ്ടേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്. വയറ്റ് നോക്കി പിടിച്ച് തരുന്ന അറിയില്ലേ, അപ്പൊ അതൊക്കെ ഉണ്ടാക്കി തരണ്ടേ? ഞാൻ കിട്ടുന്നൊക്കെ ഞാൻ ചോദിച്ചു വാട്ട ചായയാണോ വാട്ടച്ചായയാണോ അത്. നമ്മളെ സായിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മള് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സായിക്കുട്ടി പരിപാടി എന്താ? ബൂസ്റ്റ് ഉണ്ടാക്കാം. ബൂസ്റ്റ് ഉണ്ടാക്കേ? അതിപ്പോ അനക്ക് മാത്രം അതെല്ലാവർക്കും ഉണ്ടോ? ഇക്ക് മാത്രം, ആർക്കും വേണ്ടത്രേ. ആർക്കും വേണ്ട. ഉണ്ടാക്കിക്കോ. എങ്ങനെയാണ് ഉണ്ടാക്കല്? ഫസ്റ്റ് പാല് വേണം, എന്താ ചിരി? പിന്നെ ബൂസ്റ്റ് പൊടി. ബൂസ്റ്റ് പൊടിയോ? ഇതൊക്കെ കയ്യാനായോടാ. സായിക്കുട്ടി ഇടക്ക് ഇങ്ങനത്തെ ഓരോ സാധനമൊക്കെ ഉണ്ടാകും കേട്ടോ. എന്നിട്ട് കിച്ചണൊക്കെ പരത്തിയിട്ടാണ് പോകും. അതിലുള്ള സായിക്കുട്ടി പിന്നെ കിട്ടാറുണ്ടല്ലേ സായിക്കുട്ടിയെ? എടാ നമ്മളൊരു റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറയണേ. ആദ്യം നമ്മള് ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്താണ് ഇത്ര കുറേ എന്തിനാ ഉണ്ടാക്കുന്നേ? 2 ഗ്ലാസ് ഉണ്ടാക്കും. എന്നിട്ടോ കുടിക്കും. കുടിക്കൊന്നുമില്ലേ? എന്താ നല്ലോണം കുട്ടികളുണ്ടോ? പിന്നെ പഞ്ചസാര ചേർക്കും. അത്ര മതി, വല്ലാണ്ട് മധുരം കൂട്ടി കഴിക്കണ്ട. തണുപ്പുള്ള പാലാണ്, മധുരം തീരെ ഉണ്ടാവില്ല. 3 ടീസ്പൂൺ. 3 ടീസ്പൂണോ? ടീസ്പൂൺ. ഏതാണ്ട് ചുണ്ടത്തിന് മുറിവ് എന്താണ്? അയാൾ ഗ്ലാസ്സിലേക്ക് പുറത്ത് വന്ന് വെറുതെ ഒന്ന് കുട്ടി. വെറുതെ വന്നിട്ടുണ്ട് അടിക്കേ? ഓ എന്തൊരു കഷ്ടാണ്. ഒരു മിക്സി എടുക്കാൻ വന്നപ്പോ ഇവിടെ ആണെങ്കിൽ ഓരോ യന്ത്രങ്ങളെ കൊണ്ട് 4 തല്ല. ശരി, അപ്പൊ നമ്മൾ അടിപൊളി മിൽക്ക് ഷേക്ക് തയ്യാറായി. വെയിറ്റ് വെരി ഗുഡ്. മിക്സി ഇത് അല്ല എന്തുണ്ടാക്കിയത്? ജീജി കൊടുക്കുന്നത് ജീജിക്കൂട് കൊടുക്കാത്തത്? ണ്ടല്ലോ എന്റെ സായിട്ടിയെ ഇതൊക്കെ കുടിച്ചിട്ട് പോയി. ഇതൊന്നും മേത്ത് പിടിക്കണില്ലല്ലോ. അതൊക്കെ വൃത്തിയാക്കിട്ട് വായോട്ടോ. അങ്ങനെ നമ്മളെ എണ്ണിമോള് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല. മൂപ്പത്തിക്ക് ഏത് നേരം ടോയ്ലറ്റിൽ പോക്ക്, പിന്നെ അതിന് കിടന്നുറക്കം, ഇതൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ക്ഷീണം ഉണ്ടാവില്ലേ പോയി വന്നിട്ടായിരുന്നു. ക്ഷീണം സാധാരണ മനുഷ്യന്മാർക്കില്ല, അതിനെക്കാട്ടിയും കൂടുതൽ ക്ഷീണം. പിന്നെ എന്താ പറയുക, ബാംഗ്ലൂർ നഗരത്തിലെ എല്ലാ കക്കൂസുകളും മറ്റേ ഇത് സന്ദർശിച്ച് വന്ന ഒരാൾ എന്ന നിലക്ക് നമ്മൾ കുറച്ച് പരിഗണന കൊടുക്കണമല്ലോ. അപ്പൊ നമ്മളങ്ങനെ ഉഷാറായിട്ട് ഇപ്രാവശ്യം അല്ലേ ഉഷാറായിട്ട് നോക്കി നിൽക്കണത്. എനിക്ക് ഇപ്പോഴും ലൂസ് മോഷൻ ഒന്നും മാറില്ല. ഞാൻ അതിന്റെ ക്ഷീണത്തിലാണ്, വേറെ കാര്യം. അല്ലെങ്കിലോ ക്ഷീണം, അതിന്റെ മുകളിൽ കൂടി മറ്റേ ലൂസ് മോഷൻ വന്ന പിന്നെ എന്താ കാര്യം അവസ്ഥ? കലക്കി കുടിക്കണം. ഓ ഇന്നലെ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് മാറാത്തപ്പോ ORS ലായതിനോട് തീരും. ഇതിന് എങ്ങനെ കൊടൈക്കനാൽക്ക് പോയപ്പോ ORS കുടിച്ചപ്പോൾ ആരോഗ്യം വന്നത്. അത് ORS പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും ഉപ്പും ഒപ്പത്തിനിട്ട് കലക്കി കുടിക്കുക ചെയ്യുക, അതന്നെ ORS. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നുമോളുടെ ഫ്ലൈയിങ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ്? മിക്ക ആൾക്കാരും കേറി ഉണ്ടാവും ഫ്ലൈറ്റിൽ. അപ്പൊ ഓർക്ക് ഇതിൽ പുതുമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കയറുന്നതും ഞാൻ കയറാൻ ആഗ്രഹിച്ചതും. എയർ ഹോസ്റ്റസ് ആവാൻ കാരണം
ആഗ്രഹിക്കാൻ കാരണം കേട്ടോ, ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നുള്ള കാരണം ഏത് നേരം ഫ്ലൈറ്റിൽ ഇരിക്കാൻ പറ്റുമല്ലോ എയർ ഹോസ്റ്റസ് ആണെന്നുണ്ടെങ്കിൽ. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് എയർ ഹോസ്റ്റസ് ആവണം തന്നെ പൂതി വന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു അത്. നമ്മളെ ഇന്നുമോള് അങ്ങനെ ഫ്ലൈറ്റിൽ പോണ ആ വീഡിയോ ഒക്കെ ചാനൽ വരില്ലേ? ചാനൽ വരും. അത് ഞാൻ പതിയെ ഇടുന്നുള്ളൂ, ഇട്ടിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ മിക്ക ആൾക്കാരും ഇപ്പൊ ഏവിയേഷനൊക്കെ പഠിക്കാൻ വരുമ്പോൾ അവരൊക്കെ ഫ്ലൈറ്റിൽ കയറുണ്ടാവുന്ന ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ മിക്ക ആൾക്കാരും ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാരാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾ മാത്രമല്ലാതെ വേറെയും കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ഫ്ലൈറ്റിൽ. അപ്പൊ അവരൊക്കെ ഈ ക്യാബിൻ ക്രൂസ് ഇൻസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് അവർ ജസ്റ്റ് കേൾക്കണു അത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്. വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടി തല്ലുന്നു. പക്ഷെ എനിക്കെന്താ വിൻഡോ സീറ്റ് കിട്ടില്ല, വേറെ കാര്യം. വിൻഡോ സൈഡിൽ ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ മാറ്റിയിരുത്തിട്ട്. അപ്പൊ ആർക്കെന്താ കിട്ടിയത്? എന്ത് ആ വിൻഡോ സൈഡ് ആർക്ക് കിട്ടിയത്? നാജാക്ക് കിട്ടിയതായിരുന്നു. ഓക്കെ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നു. അപ്പൊ ഞാൻ പോയി, ഞാൻ തിരിച്ചു വന്നു ഗൈസ്. തിരിച്ചു വന്നോ? ഞാൻ തിരിച്ചു വന്നു. ഓക്കെ. അപ്പൊ എവിടെ പറഞ്ഞു നിർത്തിയത്? അതെ, ഇനിയിപ്പോ അധികം വല്ലാതെ വലിച്ചു നീട്ടി പറയുന്നു വേണ്ട. അത് നിന്റെ ചാനൽ വീഡിയോ ആയിട്ട് വരുന്നില്ലേ? നമ്മൾ ഏകദേശം, അതായത് ഇന്നുമോളുടെ ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഓൾക്ക് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. നീ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് അവള് പറഞ്ഞു മമ്മ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോ ഞാനിട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് മമ്മന്റെ കുട്ടിക്ക് പേടിയായിരുന്നു. മമ്മ എന്നോട് പറഞ്ഞത് നേരത്തെ കാലത്തെ ഇതൊന്ന് ഫ്ലൈറ്റിൽ പോന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് എനിക്ക് കയറേണ്ട തീരുമാനിക്കാൻ. കാരണം നമുക്ക് സ്പീഡ് പേടിയാണ്, വയർ കാളണവും പേടിയാണ്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനാ. അപ്പൊ ഞാൻ വന്നേക്ക് പറഞ്ഞു അമ്മ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോ ഞാൻ കരഞ്ഞു. അമ്മ പേടിച്ചു. അപ്പൊ എനിക്ക് ജീവിതത്തിൽ കയറാൻ പറ്റില്ല എന്നാലും അമ്മ പേടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നല്ല, ഇത് ആനന്ദാശ്രമാണ് പറഞ്ഞു. അവള് സന്തോഷം കൊണ്ട് കരഞ്ഞതാണത്രേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കൊരു സമാധാനമായി. അങ്ങനെയൊക്കെയാണ് ഇന്നുമോളുടെ ഫസ്റ്റ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അല്ലേ? ഇനി ഇതിന്റെ ഇപ്പൊ നമ്മള് വായോണ്ട് പറഞ്ഞതാണല്ലോ എക്സ്പീരിയൻസ് കണ്ടത്. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ പോണ എക്സ്പീരിയൻസ് വീഡിയോ എടുത്തിട്ടില്ല നല്ല പോലെ. എന്റെ ചാനൽ വരും, ഞാൻ മറ്റേ ചാനൽ നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നു, മറ്റേ ചാനൽ ഉണ്ടായിരുന്നു. വന്ന വഴി മറക്കരുത് കേട്ടാ. വന്ന വഴി മറക്കരുത് പറയും. പക്ഷെ ഞാൻ മറന്നു. തല കൊല്ലു തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അതില് ഞാന് എയർ ഹോസ്റ്റസ് ആയാൽ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്ത് ഒരു 2000 ടിക്കറ്റ് പോയി വന്നാ പോരെ. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അമ്മ പല വട്ടം അങ്ങനെ പോവാന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ നടന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? മേ ബി ഒറ്റക്ക് പോവാനുള്ള എന്റെ പേടി കാരണം കൊണ്ടാണ് ഞാൻ സമ്മതിക്കാന്ന് കേട്ടോ. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ വേണമെങ്കിൽ ഇവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് പോരാ. പക്ഷെ എനിക്ക് കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് പേടിയല്ലേ ഫ്ലൈറ്റിൽ. അപ്പൊ ഞാൻ ഒറ്റക്ക് പോകണ്ടേ? ഇപ്പൊ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പോയിട്ട് ഒരു ശേഷം കുറച്ച് മുമ്പേണ് ആ ഐഡിയ പറഞ്ഞത്. പിന്നെ ഞാൻ എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടിട്ട് ഇപ്പൊ എയർപോർട്ട് മാനേജ്മെന്റ് പഠിക്കാൻ കയറിയതിനു ശേഷം അല്ല ഈ വേറെ കൂടി പറഞ്ഞിരുന്നു ഞാൻ എയർ ഹോസ്റ്റസ് ആയിട്ട് വിമാനത്തിൽ കയറുന്നു. പക്ഷെ അതിന് മുന്നേ കയറാൻ പറ്റി. അപ്പൊ പറക്കാൻ പറ്റിയത് എന്തുകൊണ്ടാ? ഞാൻ പഠിച്ചതുകൊണ്ട്. എന്താ പഠിച്ചേ? എയർപോർട്ട് മാനേജ്മെന്റ്. അപ്പൊ ഞാൻ പഠിച്ചത് എയർപോർട്ട് മാനേജ്മെന്റ് ആയ കാരണം കൊണ്ടാണ് എനിക്ക് പറക്കാൻ പറ്റിയത്. അപ്പൊ എന്നെ പഠിക്കാൻ വേണ്ടി സഹായിച്ച നമുക്ക് എന്റെ മമ്മക്ക് വേണ്ടി ദുആ ചെയ്യാം. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന കൊടുക്കാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം മമ്മ എന്നെ അത്രയും സ്കിൽ പഠിപ്പിച്ച കാരണം കൊണ്ട് ഞാൻ പറക്കാൻ പറ്റി. ഇനി ജോലി കിട്ടുന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ മമ്മിയോട് നന്ദി പറയും. അങ്ങനെ അപ്പൊ ഇതാണ് വയറിളക്കിയിട്ടാണെങ്കിലും ആള് ഇടക്കിടക്ക് വയറിളക്കി പറയണ്ടല്ലേ, ഓർമ്മിക്കല്ലേ പ്ലീസ്. എന്നാ പോട്ടെ. അങ്ങനെ ഓള് തിരിച്ചു വന്നതിന്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോവാം. പോ, അന്റെ ചാല് വല്ല പണിയാണെങ്കിൽ പോയി എടുക്കാം. ശരി, എന്നിട്ട് ഇവിടെ ചിരിച്ചു കെട്ടിക്കള് വന്ന വഴി മറന്നു. ചെല്ല്. അപ്പോൾ നമ്മളെ കൂട്ടുകാർ എന്തായാലും ഡ്രസ്സ് എവിടുന്നാന്ന് ചോദിക്കും എന്നുള്ളത് എനിക്കറിയാം. ഇത് നമ്മൾ വളാഞ്ചേരി ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഡ്രസ്സ് നമ്മളെ കയ്യിൽ കുറേ കാലമായിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഇനിയിപ്പോൾ അപ്പോൾ ഇത് പിന്നെ ഇപ്പം ഞാൻ ഇടാറില്ല. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ എന്നാൽ ഓക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമല്ലേ, അപ്പോൾ നല്ലൊരു ചൊറുക്കുള്ള ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരുങ്ങുന്നില്ല എന്നുള്ള പരാതിയാണ്. അപ്പോൾ ഞാൻ നല്ല വണ്ണമുണ്ട് ഒരുങ്ങി. ഞാൻ ഒന്നില്ലെങ്കിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്ത് എന്നുള്ള ആളാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ മാക്സ് ഇടും, അല്ലെങ്കിൽ പിന്നെ ഒരുങ്ങുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഇട്ടുണ്ട് ഒരുങ്ങുകയും ചെയ്യും. ഇത് എത്ര കഴുകിയാലും എന്താക്കിയാലും ഇതിൻ്റെ കല്ലും പോരുന്നില്ല. ഇതിന് ഭയങ്കര ആവശ്യമുള്ള ഒരു ഡ്രസ്സ്. അത് നമ്മളൊരു 1000 രൂപക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ ഇത് വാങ്ങിക്കുമ്പോൾ. അങ്ങനെയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ. നല്ല ഇറക്കമുണ്ട്. വീടിൻ്റെ അകത്ത് തന്നെ ഇത് ഇടാൻ പറ്റുള്ളൂ. ഇത് പുറത്ത് പോകുമ്പോട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഇറക്കമുണ്ട്. ഇത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇൻഡിമോൾ കൊടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഡിമോൾ എനിക്ക് തന്നാലോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട. എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ
പലർക്കും ഇൻസ്പിറേഷനാണ്. ഇത് നെഗറ്റീവായിട്ടും വരാറുണ്ട്, പോസിറ്റീവായിട്ടും വരാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ വീട് മാറിപ്പോയത്. ഇനിയിപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് വേറെ എല്ലാവരും ചെറിയ പ്രശ്നത്തിനൊക്കെ ഭർത്താവിൻ്റെ മക്കളൊക്കെ ഇട്ടെറിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പോകുന്നു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞതൊന്നും അത്ര ഈസിയായി കാര്യമല്ല. ഒരു അതെങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇനി എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇട്ടെറിഞ്ഞ് പോകണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു 22 കൊല്ലം അത് ശരിയാവോ എന്ന് നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇട്ടെറിഞ്ഞ് പോയതാണ് കേട്ടോ. അതല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി പോകുന്നതൊന്നുമല്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇറങ്ങി പോകേണ്ട സ്വഭാവമാണെന്നുണ്ടെങ്കിൽ മക്കളും കുട്ടികളൊക്കെ ആവണതിൻ്റെ മുമ്പ് ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു അഡ്ജസ്റ്റ്മെൻ്റാണ് എപ്പോഴും ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത്. ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. പിന്നെ അത് നമുക്ക് ഉണ്ടാവുന്ന കുട്ടികളെ അതിലേറെ മോശമായിട്ട് അത് ബാധിക്കും. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊന്നും നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കില്ലേ. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അത് ആണും അഡ്ജസ്റ്റ് ചെയ്യണം, പെണ്ണും അഡ്ജസ്റ്റ് ചെയ്യണം. അതല്ലാതെ നമുക്ക് അറിയാലോ ഇത് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവാൻ പോകാത്തൊരു സംഭവമാണെന്നുള്ളത്. അവിടെ കടിച്ചു തോന്നിയിട്ട് അത് ആണാണെങ്കിലും നിൽക്കണ്ട, പെണ്ണാണെങ്കിലും നിൽക്കണ്ട എന്നേ പറയുന്നുള്ളൂ. നമുക്കുള്ള ജീവിതം ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് കടിച്ചു പിടിച്ചിട്ടും ഒരാൾക്ക് സമാധാനം കൊടുക്കാണ്ടിയും സമാധാനം കിട്ടാണ്ടിയും ജീവിക്കുമ്പോൾ അതൊരു വലിയൊരു പ്രയാസമാണ്. അത് ഇപ്പോഴും പല വീട്ടിൽ സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത കാരണം കൊണ്ട് വീർപ്പ് മുട്ടി ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് എനിക്കറിയാം കേട്ടോ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ജോലി ആയ ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത്. ഇപ്പോൾ അടുത്തുകൂടി ഞാൻ ഒരു കൂട്ടുകാരൻ്റെ ആങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി 17 വയസ്സുള്ളൂ അത്രേ, 18 പോലും തികഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് അവർ രഹസ്യമായിട്ട് നിക്കാഹ് കഴിക്കാൻ പോവുകയാണ് അത്രേ. എന്താ പിന്നെ ഇങ്ങനത്തെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യം? 18 വയസ്സും ഒരു ജോലിയും ഒക്കെ ആയിട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ പോരെ. അത്രക്ക് ഭാരമാണോ നമുക്കൊക്കെ നമ്മളെ പെൺകുട്ടികൾ? അത്ര ഭാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുക്കുന്ന വീട്ടുകാർക്കും ആ പെൺകുട്ടി ഒരു ഭാരം തന്നെ ആവുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വിഷയത്തിൽ. നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.